എല്ലാവർക്കും ക്യൂസിൻസ് ഓഫ് ഇന്ത്യ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ഓപ്പൺ ബോക്സ് ചെയ്യുന്നത് കിച്ചൺ എയ്ഡിന്റെ ഒരു മിക്സറാണ്. ഇത് കിച്ചൺ എയ്ഡിന്റെ 5.7 ലിറ്ററിൽ വരുന്ന പ്രൊഫഷണൽ മിക്സറാണ്. ഇതിന്റെ മോട്ടർ വരുന്നത് 575 വാട്ട്സ് ആണ്. അതുപോലെ തന്നെ ഇതിന് 10 സ്പീഡ് സെറ്റിംഗ്സ് ഉണ്ട്. നമ്മൾ വീട്ടിൽ ബേക്കിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു എക്യുപ്മെന്റ് ആണ് മിക്സർ. അതിൻ്റെ അകത്ത് വരുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് KitchenAid. ഞാൻ ഈ മിക്സർ മേടിക്കുന്നതിന് മുമ്പ് കുറെ റിവ്യൂസും അതുപോലെ തന്നെ കുറെ ബ്ലോഗ് പോസ്റ്റുകളും വായിച്ചു നോക്കി. ഈ റിസർച്ചിൽ നിന്നും എനിക്ക് മനസ്സിലായത് KitchenAidന്റെ ഈ ഒരു ബ്രാൻഡിന്റെ വില കൂടുതലാണെങ്കിലും ഇതിന്റെ ക്വാളിറ്റി അടിപൊളിയാണ്. ഈ KitchenAidന്റെ ഒരു ബ്രാൻഡ് 10-30 വർഷം വരെ ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് മനസ്സിലായത്. നമ്മൾ വീട്ടിൽ ഡോ, പാസ്ത, പിസ്സ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഒരു എക്യുപ്മെന്റ് കൊണ്ട് ആ ഒരു ഉണ്ടാക്കുന്നതിന്റെ എഫേർട്ട് ഭയങ്കരമായിട്ട് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൽ കൊണ്ടുണ്ടാക്കുന്ന പ്രോഡക്ട്സിന് നല്ല ഒരു ക്വാളിറ്റി രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. ഇതിന്റെ വില വരുന്നത് ഏകദേശം 15,000 rupees ആണ്. ഇനി നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം. അതിനുശേഷം ഏറ്റവും അവസാനം ഈ വീഡിയോയിൽ കേക്ക് മിക്സ് ചെയ്യുന്നത് ഈ ഒരു എക്യുപ്മെന്റ് വെച്ച് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ക്രിസ്മസിന്റെ ഒക്കെ സമയമാണെങ്കിൽ നമുക്ക് കേക്ക് ഒക്കെ ബേക്ക് ചെയ്യാനാണ് ഈ ഒരു യൂട്ടൻസിൽ വെച്ച് നമുക്ക് നമ്മുടെ കേക്കിന്റെ റെസിപ്പി നിങ്ങൾ കണ്ടില്ലേ, അത് ആ ഒരു റെസിപ്പിയൊക്കെ നമുക്ക് ഈ ഒരു എക്യുപ്മെന്റ് കൊണ്ട് നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇത് ഇതിന്റെ സ്പ്ലാഷ് ഗാർഡ് ആണ്. സോ ഇതൊരു ബീറ്ററാണ്. ഇതിന്റെ സൈഡിൽ റബ്ബറാണ് ഉള്ളത്. സോ ഇത് നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ സൈഡിൽ പിടിച്ചിരിക്കുന്ന മാവും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. സോ ഇതൊരു മെറ്റലാണ്. മെറ്റലിന്റെ പുറത്ത് സെറാമിക് കോട്ടിങ് ചെയ്തിരിക്കുന്നതാണ്. പക്ഷെ കാണുമ്പോൾ ഏകദേശം ഒരു പ്ലാസ്റ്റിക് ആണെന്നൊക്കെ തോന്നും. പക്ഷെ ഇത് ശരിക്കും വരുന്നത് ഇത് മെറ്റലാണ്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇത് ഡോ ഹുക്കാണ്. മാവൊക്കെ കുഴയ്ക്കാനായിട്ടുള്ളതാണ്. ഇനി നമുക്കിതൊന്ന് ചെരിച്ചു വെക്കാം. ഇത് എടുക്കാനായിട്ടാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള എക്യുപ്മെന്റ് ആണ് നമ്മൾ പുഷ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. KitchenAid സ്റ്റാൻഡ് മിക്സർ ആണിത്. അടിപൊളി ഗൈസ്. സോ ഇതാണ് നമ്മുടെ സ്റ്റാൻഡ് വരുന്നത്. സോ ഇവിടെ നമുക്ക് ഒരു സ്റ്റാൻഡ് മിക്സർ ബൗൾ, ഇതിന്റെ എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഇൻസ്ട്രക്ഷൻ കിറ്റ് ആണ്. ഇത് നമുക്ക് ഇതിനോട് വരുന്നുണ്ട്. ഇത് നമുക്ക് സെറ്റപ്പ് ചെയ്യാനും അതിന്റെ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളുമാണ്. ഇനി നമുക്ക് ഇതൊന്ന് നോക്കാം. ഇതിന്റെ കൂടെ ഇവിടെ ഇത് വേറൊരു ബീറ്ററാണ്. സോ ഇതും നമുക്ക് ഇതിൻ്റെ കൂടെ വരുന്നതാണ്. ഇത് മെറ്റലാണ്. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ സെറാമിക് കോട്ടിംഗ് ആണ്. പക്ഷെ ഇതെല്ലാം എടുത്താലും ഇതാണ് ഇതിൻ്റെ അകത്തെ മെയിൻ ആയിട്ടുള്ള എക്യുപ്മെന്റ് വരുന്നത്. നമുക്ക് ഇങ്ങോട്ട് ചിരിച്ചു വെക്കാം. അടിപൊളി. സോ ഇതാണ് ഗൈസ് നമ്മുടെ എക്യുപ്മെന്റ്. നല്ല ക്ലീൻ ആയിട്ടുള്ള ലുക്കാണ്. ആ ഒരു കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കൊള്ളാം. സോ ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ബോൾ വരുന്നത്. സോ ഇതിൻ്റെ അകത്താണ് നമ്മളെല്ലാം ബീറ്റ് ചെയ്യുന്നതും അതുപോലെ ഇളക്കുന്നതും എല്ലാം. നമ്മൾ പണ്ടൊക്കെ കേക്ക് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഓർക്കുന്നില്ലേ, കുറേ നേരം രാത്രിയിൽ ഇരുന്ന് ഇളക്കി മടുക്കുമല്ലേ. ഈ ഒരു മെഷീൻ വെച്ച് നമുക്ക് ആ ഒരു ഇളക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് മാറ്റി നമുക്ക് മെഷീനെ കൊണ്ട് ഇളക്കിപ്പിക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ സാധാരണ നമ്മൾ കടകളിലൊക്കെ കാണുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. പക്ഷേ ഇപ്പോൾ ഇച്ചിരൂടെ കൺസ്യൂമർ മാർക്കറ്റിലേക്ക് ഇതൊക്കെ വന്നു തുടങ്ങി. അതുകൊണ്ടാണ് നമ്മൾ ഇതിനിവിടെ അൺബോക്സ് ചെയ്തത്. ഞങ്ങളിവിടെ ഈ ചാനലിൽ ഈ ഒരു മിക്സർ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രെഡ് ഐറ്റംസ്, അതുപോലെ പിസ്സ, എന്തൊക്കെ ഈ ഒരു മിക്സർ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ അതെല്ലാം ഞങ്ങൾ ഉണ്ടാക്കി ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു മിക്സർ കൊണ്ട് നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഇനി വഴിയെ അടുത്ത വീഡിയോസിലൂടെ കാണാം. ഏതായാലും ഇനി നമുക്ക് ഈ ഒരു എക്യുപ്മെന്റ് പെട്ടെന്ന് പരിചയപ്പെടാം. സോ നിങ്ങൾ നേരത്തെ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ബീറ്റർ വരുന്നത്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മെയിൻ ആയിട്ടുള്ള ബീറ്റർ ഉണ്ട്. ഒന്നിതും പിന്നെ ഉള്ളത് ഒരു ഡോ ഹുക്കാണ്. അത് ഇതാണ്. പിന്നെ നമുക്ക് വരുന്നത് വയർ വിസ്ക് ആണ്. ഇത് നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. ഈ കാണുന്നത് ഇതിന്റെ ഗാർഡാണ്. ഇത് നമ്മൾ വെക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇത് വെള്ളിലോട്ട് തെറിക്കാതെയൊക്കെ ഇരിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. സോ ഇനി നമുക്ക് ഇത് ഇവിടത്തോട്ടൊന്ന്, ഇത് ഭയങ്കര സിമ്പിളായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നമ്മളിവിടെ ഒന്ന് വെക്കുകയാണ്. പിന്നെ ഈ സൈഡിലും ഇത് വെച്ച് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇവിടെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം ഉണ്ട്. ഈ ലെവറിൽ നമുക്ക് ഇത് താഴോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇത് ഹൈറ്റ് കൂട്ടാം. പിന്നെ ഈ സൈഡിലാണ് ഇതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ എന്തോരം സ്പീഡിലാണ് ഇത് ഇളക്കേണ്ടതെന്നുള്ള ആ ഒരു സെറ്റിംഗ് ആണ് ഇവിടെ നമുക്ക്
കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. സോ ഈ ഒരു എക്യുപ്മെന്റിന്റെ വേറൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ, സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു എക്സ്റ്റൻഷൻ കാണാം. ഈ ഒരു അറ്റാച്ച്മെന്റ് വെച്ച് നമുക്ക് എക്സ്റ്റൻഷൻസ് മേടിച്ചതിന് ശേഷം വേറെ കുറേ കാര്യങ്ങൾ ഇവിടെ നമുക്ക് കുക്ക് ചെയ്യാം. അതിലൊന്നാണ് വെജിറ്റബിൾ അരിഞ്ഞെടുക്കാം, മീറ്റ് ഗ്രൈൻഡ് ചെയ്യാം, പാസ്ത റോൾ ചെയ്യാം, പാസ്ത കട്ട് ചെയ്യാം. സോ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ബേസിക് ആയിട്ടുള്ള എക്യുപ്മെന്റ് ആണ്. സോ ഇവിടെ നമുക്ക് കൂടുതൽ എക്സ്റ്റൻഷൻസ് മേടിച്ച് ആഡ് ചെയ്യാം കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. സോ ഈ ഒരു ഓപ്പൺ ബോക്സിലൂടെ നിങ്ങൾ കണ്ടല്ലോ ഇതിന്റെ ഏകദേശം ഒരു രൂപം. ഇനി നമുക്ക് അടുത്ത വീഡിയോസിലൂടെ ഇതിന്റെ കൂടുതൽ കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ നോക്കാം. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കാണാനായി സബ്സ്ക്രൈബ് അടിക്കുക. എല്ലാവർക്കും വലിയൊരു നന്ദി.